നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള കലാമണ്ഡലം നൃത്യ അധ്യാപകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാർച്ച് 29-30 തീയതികളിലായാണ് ചെറുതുരുത്തി നീള ബോട്ട് ക്ലബ്ബിൽ വെച്ച മാധ്യമ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച കാലത്ത് നടന്ന പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം കേരള കലാമണ്ഡലം നൃത്താധ്യാപകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും നമ്മുടെ സമൂഹത്തിലാകമാനം മനുഷ്യ സംസ്കാരത്തിൽ ഉൾച്ചേർത്തിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് പത്രം, അതിന്റെ പത്രവായനകളടക്കമുള്ള കാര്യങ്ങൾ. ഇന്നിപ്പോൾ അത് ഡിജിറ്റലൊക്കെ ആയി മാറിയപ്പോൾ എത്ര പേര് പത്രങ്ങൾ വായിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം ചിഹ്നമാണെങ്കിലും നിത്യേന പത്രം വായിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തൊരു പ്രശ്നങ്ങളും നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കാൻ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൃത്യതയോടുകൂടി എത്തിക്കാൻ കഴിവുള്ള ഒരുപാട് പത്രക്കാരെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം. അതിൻ്റെ ആ ജീവസ് അല്ലെങ്കിൽ ഒരു പ്രധാന വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കലാരംഗത്തു കൂടി നിലകൊള്ളുന്ന ചില പത്രക്കാര് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അത് കലയുടെ പഠനം പോലെ തന്നെ അവര് കൃത്യമായിട്ടുള്ള ഓരോരോ കാര്യങ്ങള്. KJU ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലയിലാണ് ഈ സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം കഴിഞ്ഞ 25 വർഷക്കാലം നമ്മുടെ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അവരുടെ മറ്റ് പഠന പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടാണ് നമ്മുടെ സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായി ഉയർത്തി. പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ എന്നൊക്കെ പറയുന്ന ആ വിവേചനമൊന്നുമില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കണ്ട്, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും ഒരേപോലെ കണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നമ്മുടെ സംഘടന മുന്നോട്ട് പോയത്. സംഘടന സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. തൃശ്ശൂർ ജില്ലയിലെ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ നേരത്തെ തീരുമാനിച്ച ക്യാമ്പായിരുന്നു ഇതെങ്കിലും പിന്നീട് ഒരല്പം വൈകി നമ്മൾ നടത്തിയത്. തെരഞ്ഞെടുപ്പ് അതിന് മുന്നേ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും നമ്മൾ ആ തീയതി മാറ്റാതെ തന്നെ ഇവിടെ ചേരുവാൻ, അതായത് ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയാണ് KJ. ജില്ലാ സെക്രട്ടറി സ്റ്റാൻലിൻ K. സാമുവൽ, KJU സംസ്ഥാന ട്രഷറർ EP രാജീവ്, KJU സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് ബാവോലി, KJU ന്യൂസ് അസോസിയേറ്റ് എഡിറ്റർ ജോസ് താടിക്കാരൻ, ജില്ലാ ട്രഷറർ NP ഉദയകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ ക്യാമ്പിന് നമ്മൾ സാധാരണ നടത്താറുള്ളത് 2 ദിവസം, ഒരു ദിവസം താമസിച്ചൊക്കെയുള്ള ക്യാമ്പുകൾ നടത്താറുള്ളത്. അത്തരത്തിലുള്ള ക്യാമ്പുകൾ പലതും തൃശ്ശൂർ ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ 1 ദിവസത്തെ ക്യാമ്പിന് ഉള്ള ഒരു അനുവാദം ഉണ്ടായത്. അത് കൃത്യമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ തന്നെ അതിന് നേതൃപരമായ പങ്കുവഹിക്കുന്നതിന് നമ്മുടെ ഈ മേഖലാ കമ്മിറ്റിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ചേലക്കര ആതിഥേയത്വം വഹിച്ചുകൊണ്ട് നിള ബോട്ട് ക്ലബിൽ നടത്താൻ ധാരണയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വന്നുപെട്ട തെരഞ്ഞെടുപ്പിന് മൂലം നമുക്ക് അല്പം സംഘാടനത്തിനും നമ്മുടെ സഹപ്രവർത്തകരുടെ പങ്കാളിത്തത്തിനും അല്പം കുറവ് വന്നു. എങ്കിലും ചേലക്കര കമ്മിറ്റി വളരെ മനോഹരമായിട്ട് തന്നെ ഈ ക്യാമ്പയിനുള്ള ഒരു ആംബിയൻസ്, ക്യാമ്പിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരെയും ആകർഷിക്കാവുന്ന രീതിയിൽ നല്ലൊരു ആതിഥേയത്വം നൽകാൻ ചേലക്കര കമ്മിറ്റിക്കും അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തിനും കഴിഞ്ഞിട്ടുണ്ട്.
തൃശൂർ ജില്ലയിൽ വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ച മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. കിലയിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺമാരായ PV ഷെബി, ആദിൽ നവാസ് എന്നിവർ സ്മാർട്ട് ജേർണലിസം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസുകളെടുത്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. വിവിധ സെക്ഷനുകളിലായി മണി ചെറുതുരുത്തി, ജോസ് മാളിയേക്കൽ, KR മധു, അബ്ബാസ്, വീര ഉണ്ണി, TB മൊയ്തീൻകുട്ടി, OSCB, സജി ജോസഫ്, B മണികണ്ഠൻ, മനോജ് തൈക്കാട്ട്, S സുബിൻ എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസം നീണ്ടുനിന്ന പഠന ക്യാമ്പിന് സമാപനം കുറിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും പ്രതീക്ഷ വിഷുവിന് ശേഷമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷെ അതിനെയെല്ലാം തകിടം മറിക്കുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപനം നടക്കുന്നതും അങ്ങനെ ഏപ്രിൽ 9-ാം തീയതിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ടുള്ള കുറവുകളൊക്കെ തന്നെ ക്യാമ്പിൽ കണ്ടിരിക്കാം. അന്തരീക്ഷത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുക എന്ന നിലയിൽ പ്രസിഡന്റും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇത് സംഘടിപ്പിച്ചു എന്നുള്ളതിൽ ആദ്യം തന്നെ അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.